ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ സമ്മതവും. നമ്മളുടെ അവൈലബിലിറ്റി ആൻഡ് ഹിസ് എബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് നമ്മുടെ അവൈലബിലിറ്റി മതി, സമയം എന്ന കറൻസി നമ്മൾ കൊടുത്താൽ മതി. സ്തോത്രം. നമ്മൾ കൊടുക്കാത്തതാ, നമ്മൾ കൊടുക്കാത്ത ഏതാ? കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു, കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു, കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു. വാ മോനെ, സമയമില്ല. സമയം ഇല്ല. പിന്നെ നീ എന്തിനു കൊണ്ടുപോവാ സമയം? ലോകത്തിന്. മനസ്സിലായോ? സ്തോത്രം. നമ്മുടെ അവൈലബിലിറ്റി ഇല്ലാതെ കർത്താവിൻ്റെ വേല നടക്കില്ല. കർത്താവിൻ്റെ ഹിതം ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ സമയത്തിൽ അല്പം കൊടുക്കാതെ കാര്യം നടക്കില്ല. കൊടുത്തേ പറ്റൂ. പർപ്പസ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തേ പറ്റൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബിസിനസ് ചെയ്യണമെന്ന്. അങ്ങനെ ബിസിനസ്സിൽ കർത്താവ് വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാനതിനെ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാനൊക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ചൈനയിൽ പോയി, ഹോങ്കോങ്ങിൽ പോയി, സിംഗപ്പൂരിൽ പോയി, റഷ്യയിൽ പോയി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി. അവസാനം റഷ്യയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി വിസയൊക്കെ അടിച്ചു. എൻ്റെ പാസ്പോർട്ടിൽ വിസയൊക്കെ അടിച്ചു. ഏതാണ്ട് $500 കൊടുത്ത് വിസയൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ ദുബായിലൊരു റാസൽ ഖൈമ ദുബായിലൊരു സ്ഥാപനം തുടങ്ങി. അപ്പം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ്. റഷ്യയിൽ പോയി വിസയും അടിച്ചു, തിരിച്ചു വന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നേ. നിനക്ക് പോണെങ്കിൽ പോകാം, പക്ഷേ പിന്നെ എനിക്ക് തരാൻ നിന്റെ കയ്യിൽ സമയം ഉണ്ടാവില്ല. കാരണം നിനക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ എക്സ്റ്റെൻഡ് ചെയ്തത് നിനക്ക് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിന്റെ സമയം എന്ന കറൻസി നീ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ നോക്കിക്കോ, എവിടെയാണോ നിങ്ങളുടെ സമയം എന്ന കറൻസി നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ പാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ. സമയം എന്ന കറൻസി എവിടെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, ആ പാർട്ടല്ലേ വളർന്നേ. ശരിയല്ലേ? നിങ്ങൾ ഇന്നൊരു നേഴ്സാണെങ്കിൽ ആ നേഴ്സിംഗ് പഠിക്കുവാനും അതിൻ്റെ പ്രാക്ടിക്കലിനുമായിട്ട് നിങ്ങൾ സമയം എന്ന കറൻസി ഇൻവെസ്റ്റ് ചെയ്തില്ലേ? മറ്റേത് നിങ്ങൾ ചില ബിസിനസ്സുകാരനായിരിക്കും, ജോലിക്കാരനായിരിക്കും, ഏത് വിഷയത്തിലാണോ അതിന് നിങ്ങളുടെ മേജർ ടൈം എന്ന കറൻസി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളവിടെ എത്തിയേ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും, അഭിഷിക്തനായ ഒരു ദേവദാസനായണം, ദാസിയാണോ, ആഗ്രഹം ഉണ്ടാകും. പക്ഷെ മുടക്കാൻ എന്തില്ല? കറൻസി ഇല്ല. സമയം എന്ന കറൻസി ഇല്ല. സമയം എന്ന കറൻസി വേണം, എങ്കിലേ നടക്കൂ. നമുക്ക് നിക്ഷിപ്തമായിട്ടുള്ള ആ സമയം എന്ന കറൻസി മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും നമുക്കില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ സമയത്തിൻ്റെ നല്ല മാനേജർമാരായാൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് വിളിക്കും. സമയത്തിൻ്റെ നല്ല മാനേജർമാരായിരിക്കണം. കാരണം നമുക്കുള്ള സമയത്തെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, പക്ഷെ ഉള്ളതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാം നമുക്ക്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണാം. നോക്കിയേ, നമ്മളുടെ ഓരോരുത്തരുടെയും ഭൂമിയിലെ ജനനം, നമുക്കൊരു യൂണിഫോം കിട്ടി, മണ്ണുകൊണ്ടുള്ള ഒരു ഉടുപ്പ് അത് കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഈ ശവപ്പെട്ടി വരെ എത്തുന്ന സമയം, ഈ ഡോട്ടഡ് ലൈൻ, ഇത് കണ്ടോ? ഈ ഡോട്ടഡ് ലൈൻ ദൈവം നമുക്ക് ദാനമായി തന്നതാ. ഈ സമയം
കുഞ്ഞെ, ദൈവദാസനെ, ദാസിയെ ഇതിലൊരല്പം പോലും കൂടുതൽ കിട്ടത്തില്ല. ചിന്തിക്കരുത്, ഒരല്പം പോലും കൂടുതൽ കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ആത്മഹത്യ ചെയ്താൽ മതി. ചെയ്യാൻ പോകരുത് കേട്ടോ, പിന്നെ നേരെ നരകത്തിലേക്ക് പോകും. സ്തോത്രം. ഒരു കൺസെഷനും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചേ. എന്നാൽ ഈ ഒരു സമയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക്. നോക്കിയേ, ഞാൻ ഈ സമയം അങ്ങനെ തന്നെ മുറിച്ചെടുത്ത് ഇവിടെ വെച്ചു. ഇതുകൊണ്ട് 2 ഗ്രീൻ ലൈൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. ഇതിൽ ഉപയോഗപ്രദമായ സമയം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. കാരണം ഇതുകൊണ്ട് ഈ ഗ്രീൻ ലൈൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് മാറ്റി. ഇത് കൊച്ചു വളരാൻ സമയം വേണ്ടേ? സ്കൂളിൽ പോകണ്ടേ? പഠിക്കണ്ടേ? ആ സമയം ഈ കുഞ്ഞിന് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവകാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഈ അവസാനം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അവസാനമാകുമ്പോൾ നമ്മുടെ ബോഡി വീക്കാകും. നമുക്ക് നമ്മുടെ മനസ്സാഗ്രഹിക്കും, പക്ഷെ ശരീരം പോവില്ല. മനസ്സിലായോ? അപ്പോൾ അപ്പുറം 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് ഇത്രയും ഭാഗം ഇട്ടുള്ളൂ. കാരണം ഇത്ര ഞാൻ എടുത്തില്ല, കാരണം ഉറങ്ങാൻ വേണ്ടേ 3-1. അപ്പോൾ അത് ഉപയോഗിക്കാനും പറ്റില്ല. ശരിയല്ല ഞാനീ പറഞ്ഞതൊക്കെ? സമയത്തിൻ്റെ നല്ല മാനേജർമാരാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ് ജ്ഞാനമുള്ള ഹൃദയം കിട്ടണേ? സ്തോത്രം. എപ്പോഴാണോ നമ്മൾ ഈ കൗണ്ടിങ് തുടങ്ങണേ, അപ്പോൾ നമുക്ക് ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 90 സങ്കീർത്തനം 12-ാം വാക്യം പറയുകയാണ്, ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതായത് നിന്റെ സമയത്തിൻ്റെ നല്ലൊരു മാനേജറായി നീ തീരണമെന്ന്. മനസ്സിലായോ? എത്രത്തോളം സമയമാണ് ദൈവം തന്നിരിക്കുന്നത്, അതിൻ്റെ നല്ലൊരു മാനേജറായിട്ട് തീരണം. സമയം ഒരു കറൻസിയാണ്. ആ കറൻസി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് ആരോട് യാതൊരു പക്ഷപാതവും കാണിക്കാതെ 24 മണിക്കൂർ നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിലിട്ട് തന്നില്ലേ? പോക്കറ്റിലിട്ട് തന്നതാ. എന്നിട്ട് പറഞ്ഞു, മോളെ പൊക്കോ, മോനെ പൊക്കോ, ഈ 24 മണിക്കൂർ ഞാൻ നിനക്ക് തന്നത്, നീ എന്ത് കാണിക്കുന്നു എന്ന് എനിക്ക് നോക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ ഒരു അല്പം സമയം നമുക്കിവിടെ ഉള്ളത്, നമ്മൾ വ്യക്തമായിട്ട് ആ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ ആ പർട്ടിക്കുലർ ഭാഗത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് എന്താണോ ദൈവം നമുക്ക് ഈ സമയം തന്ന ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഭാഗത്ത് തന്നെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ല എങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും പറയും, മോനെ പോക്കറ്റിലെ പണം സൂക്ഷിച്ച് ഉപയോഗിക്കണേ. സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞത്, മോനെ സമയം തക്കത്തിൽ ഉപയോഗിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? നീ നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാൻ. കാരണം ആ വേർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വേർഡാണ്. ഇംഗ്ലീഷിലോ അതോടൊപ്പം തന്നെ ഗ്രീക്കിലോ ആ വേർഡിന്റെ റിയൽ അർത്ഥം ഇല്ല. ആ വേർഡ് എഫേസ്യൻ 5:16 ആ വേർഡ് ഇങ്ങനെയാ, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാനുള്ള. ദുഷ്കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുഷ്ടൻ ഭരിക്കുന്ന കാലമാണിത്. നിനക്ക് സുഖിക്കാനുള്ള കാലമല്ല, നിനക്കൊരു പ്രവൃത്തിക്കുള്ള കാലമാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ പോക്കറ്റിലിട്ട് തന്ന സമയം നിനക്ക് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാന്ന് ഉപയോഗിച്ചോളണം. ഗ്രീക്കിലെ മീനിങ് ഞാൻ ഈ പറയുന്ന കേട്ടോ, കുറച്ച് പാരഫ്രൈസിങ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഗ്രീക്ക് മീനിങ് നമ്മൾ സ്ക്രീനിലൊന്ന് കാണും, നമ്മളത് മനസ്സിലാക്കി ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ള വാക്ക് എക്സഗോറസോ എന്ന ഒരു ഗ്രീക്ക് വേർഡ് അവർ ഉപയോഗിച്ചിരിക്കണേ. ആ വേർഡ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റെസ്ക്യൂ ഫ്രം ദ ലോസ്, നഷ്ടം തിരിച്ചെടുക്കുക എന്ന ആ വേർഡിന്റെ അർത്ഥം. അതായത് നിനക്ക് തന്ന സമയം എന്തിനാണെന്നറിയാമോ? നിനക്കുണ്ടായ നഷ്ടം തിരിച്ചെടുക്കാനുള്ള സമയമാണ് നിനക്ക്. അപ്പൊ നമ്മളോട് ചോദിച്ച പോലെ നഷ്ടം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും?
ഒരു നഷ്ടം ഉണ്ടായില്ല. പക്ഷെ ആരത്തോട് ചോദിച്ചാൽ പറയും, അയ്യോ നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം എന്താ നഷ്ടപ്പെട്ടതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മനസ്സിലാക്കുവാനിടയാണ് എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ വേട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ജീവിതം, ഈ ഒരു പോയിന്റ്, ഡോട്ടഡ് ലൈൻസ്, സങ്കീർത്തന പുസ്തകം 78:39 പറയാണ്, ഒരു കാറ്റ് പോലെയാണ്. ഒരു കടന്നു പോകുന്ന ഒരു കാറ്റ് പോലെ. കാറ്റ് പോകുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചന്മാര് പോയി, അതിനു മുമ്പുള്ള താഴെയുള്ളവർ പോയി, ഇപ്പൊ നമ്മളും പോയിക്കൊണ്ടിരിക്കുക. തീരെ കടന്നു പോകുന്ന ഒരു കാറ്റ് പോലെയാണ്. അതേ നിൽക്കുന്നില്ല അവിടെ. ഇവിടെ നിന്ന് തുടങ്ങി ഒരു കാറ്റ് പോലെ അങ്ങ് പറന്നുപോയി. നമ്മൾ നിൽക്കുകയില്ല. ഈ ഒരു അല്പസമയം വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് ഇടയാകണം. എഫേസ്യ ലേഖനം 5:16 വായിച്ച്. നിന്റെ പറയുന്നതിന്റെ ഉദ്ദേശം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ. ബുദ്ധിഹീനരാകരുത്. ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ വചനം പറയാണ്, ബുദ്ധിഹീനരാകരുത്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ശ്രദ്ധിക്കുക മതി. നിങ്ങൾ ആ വാക്യം എടുത്തോ നിങ്ങളുടെ ബൈബിളിലെ? ഇത് ഏത് കാലമാ? ദുഷ്കാലം. അതിന്റെ അർത്ഥം എന്താ? ദുഷ്ടൻ ഭരിക്കുന്ന കാലം. ദൈവത്തിന്റെ വചനം പറയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇന്റർലീനിയർ ബൈബിൾ ആണ്. അതായത് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഗ്രീക്കിലെയും ഹീബ്രുവിലെയും അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പറയാണ്, റിഡീമിംഗ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ഈവിൾ ആർ ഫ്രം ലോസ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, നഷ്ടം തിരിച്ചെടുക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ സമയം നമുക്ക് അനുവദിച്ചത് നമുക്ക് ഉണ്ടായ നഷ്ടം തിരിച്ചെടുക്കാനുള്ളതാണ്. സ്തോത്രം. അല്ലാതെ ലോകത്തിന്റെ പ്ലഷറിൽ ഓടാൻ വേണ്ടിയല്ല. അങ്ങനെ ഓടിയാ നീ ഒരു ബുദ്ധിഹീനനാണ്. നിനക്ക് അനുവദിച്ച ഈ സമയം എന്ന് പറയുന്നത് നിനക്കുണ്ടായ നഷ്ടം തിരിച്ചെടുക്കുവാനുള്ള സമയമാണത്. ആ സമയം കളയരുത്. ബുദ്ധിപൂർവം ആ സമയത്തിന്റെ മാനേജർമാരായി നമ്മൾ ഓരോരുത്തരും മാറുവാനിടയാകണം. അല്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആയിത്തീരും നമ്മൾ. ബുദ്ധിയോടുകൂടെ അത് മാനേജ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ചെക്ക് പോസ്റ്റ് കാണാത്തവർക്ക്, ഇത് ഭൗതികമായ ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്, ഈ ലോകത്തിന്റെ. ഇതേപോലെ സ്പിരിച്വൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതാണ് ഗേറ്റ് ഓഫ് ഹേഡിസ്, അല്ലെങ്കിൽ ഗേറ്റ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഗേറ്റ്സ് ഉണ്ട്. ഇതിന്റെ മരണത്തിന്റെ അധികാരിയെ